സർലേ സർലേ ഒരു സന്തോഷ വാർത്തയുണ്ട്. ഞാൻ നമ്മുടെ ഉണ്ണി ഇന്ന് കണ്ടു. വിശേഷങ്ങളൊക്കെ പിന്നെ എനിക്കൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. എന്താ സർലേ? പിന്നെ നമ്മുടെ ശ്രീജിക്ക് ഒരു പിഴവ് പറ്റി. ഇതിപ്പോ മാസം 2. അമ്മ കരയരുത്. വന്നത് വന്നു. നാളെ തന്നെ ഞാൻ ഷിബുവിനെ പോയി കാണാം. നമുക്ക് എന്തെങ്കിലും ഒരു പോംവഴി ഉണ്ടാക്കാം. അറിഞ്ഞു. അതിനിപ്പോ ഞാൻ എന്ത് വേണമെന്നാ? സ്ത്രീകൾ തന്നെ ഗർഭം ധരിക്കുക. അതിലിത്ര അത്ഭുതപ്പെടാൻ എന്താ? അതെ, എന്റെ അച്ഛന്റെ കയ്യിൽ ധാരാളം പൂത്ത പണമുണ്ട്. ഞാൻ നിനക്ക് വേണമെങ്കിൽ ഒരു പശുവിനെ മേടിച്ചു തരാം. പാല് നീ പ്രസവിക്കുന്ന കുഞ്ഞിന് കൊടുക്കേ, ബാക്കി വരുന്നേ കുടിക്കേ, വിക്ക്, എന്ത് വേണമെങ്കിലും ചെയ്തോ. നിങ്ങൾക്കൊരു ജീവിതമാർഗമാവട്ടെ. അങ്ങനെ പറയല്ലേ ശിബേട്ട. ബാലമാഷ ഓർത്തുങ്ങളിൽ നീ ഇവളെ സ്വീകരിക്കണം. ഇന്നൊരു താലി കെട്ടി നാളെ നീ അവളെ ഉപേക്ഷിച്ചോ? അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന് അച്ഛനുണ്ടെന്ന് മാത്രം സമ്മതിച്ചാൽ മതി. മോളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ തന്ത ഞാൻ തന്നെ ആവണ നിർബന്ധമാണല്ലേ? പണം കൊടുത്ത എത്ര തന്തമാരെ വേണേലും കിട്ടും. അങ്ങനെയാണ് നോക്കുന്നല്ലേ നല്ലത്. അങ്ങനെയൊന്നും പറയില്ലേ മോനെ. ഒരിക്കൽ എന്റെ ഉണ്ണി കാരണം എന്റെ ബാലേട്ടന്റെ പേരിന് കളങ്കം വന്നു. അന്ന് രണ്ടും കൽപ്പിച്ച് അവനെ ആട്ടി ഇറക്കിയതാ ഞാൻ. ഇന്ന് ശ്രീജ കാരണം വീണ്ടും ഈ അമ്മയുടെ അപേക്ഷയാ മോനെ. നാട് മുഴുക്ക കൊട്ടിഘോഷിച്ച് ഇവളെ താലി കെട്ടി വാഴിക്കുമെന്ന് കരുതി നിങ്ങളൊക്കെ. ഞാനേ വീരഭദ്രൻ നായരുടെ മകനാ. ബാലമാഷ്ക്ക് ഉണ്ടായിരുന്ന പോലെ എന്റെ അച്ഛനുണ്ടായിരുന്നൊരു പേര് നിങ്ങളുടെ മകനെ തല്ലിക്കെടുത്തി. എന്തിന്? എന്നെ പോലെ ഈ വീട്ടുമുറ്റത്തിന് തല്ലില്ലേ? അന്ന് മുതൽ ഈ നിമിഷത്തിന് വേണ്ടിയാ ഞാൻ കാത്തിരുന്നത്. പകരം വീട്ടാതെ പിന്മാറിയാൽ അതെന്റെ അച്ഛന് നാണക്കേടാവും. പിന്നെ എന്റെ പണം കണ്ട് മഞ്ഞളിച്ച പോലെ നിങ്ങളുടെ മകൾ വേറെ ആർക്കൊക്കെ വഴങ്ങിയിട്ടില്ലെന്ന് ആര് കണ്ടു? പ്രസവിക്കട്ടെ. പേര് കേട്ട അച്ഛന്റെ മകൾ തന്തയില്ല കുഞ്ഞിനെ പ്രസവിച്ച് നാടലയട്ടെ. മാട്ടത്തറയിലെ ഭാർഗവക്കുറുപ്പിന്റെ അനന്തരവന് കാശുണ്ടാക്കാൻ ഞാനൊരു എളുപ്പ വഴി പറഞ്ഞുതരാം. ഭാര്യയും അനിയത്തിമാരുമായി 2-3 ഉണ്ടല്ലോ. വേണമെങ്കിൽ ഞാൻ ഐസ്ക്രീം പാർലറോ ബ്യൂട്ടി പാർലറോ ഒക്കെ ഇട്ടുതരാം. മോനെ, എനിക്ക് സന്തോഷമായടാ. അച്ഛൻ പകരം വീട്ടാൻ വേണ്ടി പല വഴിയും നോക്കി തോറ്റെടുത്ത് നീ ബുദ്ധിപൂർവം ജയിച്ചിരിക്കുന്നു. നീയാണ് എന്റെ മകൻ. ഒന്നല്ല 1000 വട്ടം വീരഭദ്രൻ നായർക്ക് ചേർന്ന മകൻ. ഇപ്പൊ അച്ഛന് മനസ്സിലായല്ലോ ഷിബുവിന്റെ സ്റ്റൈൽ. വെട്ടിയും കുത്തിയും സംഹരിച്ചും ഒക്കെ പകരം വീട്ടുന്നത് അച്ഛന്റെ കാലത്ത്. ഇപ്പോഴത്തെ ഫാഷൻ സൃഷ്ടിച്ച് നശിപ്പിക്കുക എന്നതാണ്. എങ്ങനെ? ഉഗ്രൻ, അത്യുഗ്രൻ. കീർത്തി കേട്ട ബാലമാഷക്കും അയാളുടെ പിഴച്ചു പറയാൻ പോകുന്ന മകൾ ശ്രീജയ്ക്കും അവളുടെ തന്തയില്ലാ കുഞ്ഞിനും ആയുരാരോഗ്യ സുഖത്തിനു വേണ്ടി ചിയേഴ്സ്. സകല ഭാഷേഴ്സിനും ചിയേഴ്സ്. അശ്വതി, ഇന്ന് ഞായറാഴ്ചയല്ലേ, ക്ലാസ്സിലല്ലോ. നീ എങ്ങോട്ടാ പിന്നെ? എനിക്കൊന്ന് പുറത്തു പോണം. മനസ്സിലായി. തോണിപ്പരയിലേക്കായിരിക്കും. അതെ, ഉണ്ണി ഒന്ന് കാണണം. എന്തിന്? ഇന്നലെ രാത്രി കൂടി അവൻ ആരൊക്കെയായിട്ട് വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. മേലിൽ നിങ്ങൾ തമ്മിൽ കാണരുത് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതല്ലേ. നീ എന്നെ ധിക്കരിക്കാനുള്ള ഭാവം? ഒരിക്കലും അല്ല. പക്ഷേ ഒന്ന് ഞാൻ ചോദിച്ചോട്ടെ, ഉണ്ണി ഈ വിധമാക്കിയതിൽ അച്ഛനും പങ്കില്ലേ? ഒരിക്കൽ ചെയ്തു പോയ തെറ്റിന് ഇവിടെ വന്ന് കാല് പിടിച്ച് കരഞ്ഞവനാ ഉണ്ണി. അന്ന് അച്ഛൻ ക്ഷമിച്ചിരുന്നുവെങ്കിൽ ഉണ്ണിയുടെ വിധി മറ്റൊന്നാകുമായിരുന്നില്ലേ? മാപ്പ് ചോദിച്ച് കരഞ്ഞവനോട് പൊറുക്കുന്നതിന് പകരം അച്ഛനും അവനെ ആയുധമാക്കി കൂലിത്തല്ലുകാരനാക്കി. അച്ഛന് സ്വന്തം നെഞ്ചി കൈവച്ച് പറയാമോ അച്ഛനതിൽ പങ്കില്ലെന്ന്? എങ്കിൽ ഞാൻ എവിടെയും പോവാതിരുന്നോളാം. അച്ഛൻ അന്നത്തെ വാശി തീർക്കാൻ വേണ്ടി ഏകമകളായ എന്നെ പണയം വെച്ചത് മറന്നുപോയോ? ഞാൻ ഉണ്ണിയെ കാണുന്നതിൽ ഒരു തെറ്റുമില്ലച്ചാ. മാട്ടത്തറയിലെ ഭാർഗവക്കുറുപ്പിന്റെ വാക്ക് വിലയുള്ളതാണെന്ന് എനിക്ക് തെളിയിക്കണമല്ലോ. ഇല്ലെങ്കിൽ അച്ഛനും വീരഭദ്രൻ നായരും തമ്മിൽ വ്യത്യാസമില്ലെന്ന് നാട്ടുകാർ പറയും. മോളെ, നീ കുഞ്ഞായിരുന്നപ്പോ അച്ഛൻ നിനക്ക് ഉടുപ്പും കളിപ്പാട്ടും ഒക്കെ വാങ്ങി തന്നിട്ടുണ്ട്. അന്ന് അതൊക്കെ തിരഞ്ഞെടുക്കുന്നത് അച്ഛനായിരുന്നു. ആവശ്യമുള്ളത് തിരഞ്ഞെടുക്കാനുള്ള പക്വത ഇന്ന് നിനക്കുണ്ട്. എന്റെ തീരുമാനങ്ങൾ നിന്റെ മേൽ അടിച്ചേൽപ്പിക്കാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നിന്റെ തീരുമാനങ്ങൾ തെറ്റരുതെന്നേ എനിക്ക് നിർബന്ധമുള്ളൂ. ഉണ്ണി നല്ലവനാ. ഗതികേട് കൊണ്ട് ഇങ്ങനെയൊക്കെ ആയെന്നേ ഉള്ളൂ.
അവന്റെ ഇപ്പോഴത്തെ പോക്ക് വളരെ അപമാനകരമാണ്. അച്ഛൻ നോക്കിക്കോളൂ, ഉണ്ണിയെ ഞാൻ തിരുത്തിയെടുക്കും. ഇത് വാക്കാണ്. ഇല്ലെങ്കിൽ ഉണ്ണിയെ ഞാൻ എന്നേക്കുമായി മറന്നോളാം. പോരെ? അയ്യോ! അയ്യോ! അയ്യോ, നമ്മുടെ ശ്രീജമോള് പോയി. ശ്രീജ പോയി. വേഗം എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ ഇനി ആരെയും തല്ലില്ലെന്നും ആരുമായും വഴക്കുണ്ടാക്കില്ലെന്നും സത്യം ചെയ്. നീയാണ് സത്യം. മരിച്ചുപോയ എന്റെ അച്ഛനാണ് സത്യം. എന്റെ പെറ്റമ്മയാണ് സത്യം. മോനെ, നിനക്കൊരാളെ തല്ലാവോ? നീ ഇപ്പൊ എത്രയും വായിക്കുന്നത്? എനിക്കുള്ളത് മുഴുവൻ ഞാൻ നിനക്ക് തരാനാ. എത്രയാ നിന്റെ കൂലി? അയ്യോ, എന്തൊക്കെയാണ് പറയുന്നത്? നിന്നെ അല്ലാതെ ഞാൻ വേറെ ആരെ അറിയിക്കുന്നത്? അയ്യോ എന്റെ ദൈവമേ, എടാ, നമ്മുടെ ശ്രീജ പോയി, നമ്മുടെ ശ്രീജ പോയി, നമ്മുടെ ശ്രീജ പോയി. അവളെ കെട്ടഴിച്ച് കിടത്തിട്ട് വരുവാണോ ഞാൻ? എന്റെ പൊന്നു മോളെ കെട്ടഴിച്ച് കിടത്തിട്ട് വരുവാണോ ഞാൻ? നിനക്ക് തല്ലാവോ? അവരെ പോയി നിനക്ക് തല്ലാവോന്ന്? നിനക്ക് തല്ലാവോന്ന്? അമ്മയ്ക്ക് വേണ്ടി, അമ്മയ്ക്ക് വേണ്ടി. നീയാണെന്ന് ഈ നാട്ടുകാരോട് മുഴുവൻ പറയണം. എന്റെ ശ്രീജമോളെ കൊന്നത് നീയാണെന്ന് പറയണം. പറയാൻ ഞാൻ
എന്റെ കുഞ്ഞിനെ തൊട്ടു പോകരുത്. നാട്ടുകാരെ ഒന്നടങ്കം കൊടിയുടെ നിറം നോക്കാൻ സ്നേഹിച്ചിരുന്നവൻ ആ ബാലൻ മാഷ്. ആ ബാലൻ മാഷിന്റെ കുടുംബത്തോട് ഇങ്ങനെ ചെയ്തവരെ എന്ത് ചെയ്യണമെന്ന് ഈ നാട്ടുകാർക്കറിയാം. അവർക്ക് വിട്ടുകൊടുക്കണം അവരെ.